ഓസ്കാർ ഫിഷിന്റെ കുഞ്ഞുങ്ങൾ, അതാണ് നമ്മുടെ ടോപ്പിക്. ഇത് പാരന്റ്സ്, ഇത് അവരിട്ട എഗ് എല്ലാം മാറ്റി വെച്ച് വിരിയിപ്പിക്കാം. അങ്ങനെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണിത്. കുഞ്ഞുങ്ങളിപ്പോ 1/2 ഇഞ്ച് സൈസ് ആയിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു ടാങ്കിലായിരുന്നു കുഞ്ഞുങ്ങളല്ല. ഇനി അവരെ മാറ്റണം. ഗ്രോത്തിനുള്ള ടൈമായി. ഈ ടാങ്കിലിപ്പോ ബ്ലാക്ക് ടൈഗറിന്റെയും കോപ്പറിന്റെയും കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾക്കിപ്പോൾ 1/2 ഇഞ്ച് സൈസാണ് ആയത്. ഈ ടൈമിലാണ് കുഞ്ഞുങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഗ്രോ ടാങ്കിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ ഗ്രോ ടാങ്കിലേക്ക് മാറ്റുന്നത് കൊണ്ട് എന്തൊക്കെയോ ബെനിഫിറ്റ് എന്നല്ലേ, സിമ്പിളായിട്ട് എല്ലാം പറഞ്ഞുതരാം. ആദ്യം ഇവന്മാരെല്ലാം കളക്ട് ചെയ്യണം. കുഞ്ഞുങ്ങളെ ഇറക്കി വിടുള്ള ഗ്രോ ടാങ്കാണ് ഈ കാണുന്നത്. ചെറിയ ടാങ്കിൽ നിന്നും ഗ്രോ ടാങ്കിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇവർക്ക് നീന്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ടാവും. നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രോ ടാങ്ക് സെറ്റാണ്. ഗ്രോ ടാങ്കിലാവുന്ന സമയത്ത് വാട്ടർ ക്വാളിറ്റിയും എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുന്ന ടൈമിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കുറയും. ഇനി ഇവന്മാരെ ഗ്രോ ടാങ്കിലേക്ക് ആക്കിയതിനു ശേഷം ഇവരുടെ ഗ്രോത്ത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ടാങ്കിൽ തന്നെ ഇവന്മാർക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ടീംസ് ആൽബിനോ ടൈഗറിന്റെയും ഫയർ റെഡിന്റെയും കുഞ്ഞുങ്ങളാണ്. ഇവന്മാർക്ക് 1/2 ഇഞ്ച് സൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഇവരെയും കൂടെ ഗ്രോ ടാങ്കിലേക്ക് ഇറക്കി കൊടുക്കാം. ഈ ടാങ്ക് കണ്ടില്ലേ, ഇതിൽ നിന്ന് കിട്ടുന്ന ഗ്രോത്ത് ഒക്കെ ഇവന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകണം. അതിനാണ് എല്ലാവരും നൈസ് ആയിട്ട് ഇങ്ങോട്ട് കളക്ട് ചെയ്തത്. എന്നാ പിന്നെ വലിയ ടാങ്കിലേക്ക് പോവല്ലേ. ഗ്രോ ടാങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ചെറിയ ടാങ്കിൽ കൊടുക്കുന്നതിനെക്കാട്ടും കോമ്പറ്റീഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫുഡ് കിട്ടുകയും ചെയ്യും. എത്ര സിമ്പിൾ ആയിട്ടല്ലേ ആ കോമ്പറ്റീഷൻ അങ്ങോട്ട് ഒഴിവാക്കി. ഈ ഒരു ഗ്രോ ടാങ്കിന്റെ അകത്ത് പ്രോപ്പർ ആയിട്ടുള്ള എറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലെ ഓക്സിജൻ അളവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ. ടാങ്കിലുണ്ടാവുന്ന വേസ്റ്റ് എല്ലാം ഫിൽട്ടർ ചെയ്ത് വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. കണ്ടില്ലേ, വെള്ളം ക്ലിയർ ആയിട്ടിരിക്കുന്നത്. ഫിഷിന് പ്രോപ്പർ ആയിട്ട് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വരുമ്പോൾ അവന്മാരുടെ ഗ്രോത്ത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അങ്ങനെ അവന്മാര് വളർന്നു. ഇവന്മാര് മാത്രമല്ലോ, വേറെയും കുറച്ച് ടീംസ് ഇല്ലേ, അവന്മാരും വളർന്നു. ഇപ്പൊ ഏകദേശം എല്ലാ ടീംസും 3 ഇഞ്ച് സൈസ് ആയിട്ടുണ്ട്. അപ്പം ഗ്രോ ടാങ്ക് സംഭവം അടിപൊളിയല്ലേ. ഇത്രയും നേരം നിങ്ങൾ സ്ക്വയർ ആയിട്ടുള്ള ടാങ്കല്ലേ കണ്ടേ, നമുക്ക് വേറൊരു ഐറ്റം കൂടെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? ഇതും ഗ്രോ ടാങ്ക് ആണ്. അതിൽ ഫിഷിനെ സെറ്റാക്കുന്ന വീഡിയോ അടുത്തതായിട്ട് വരും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.